കുപ്രസിദ്ധമായ ഖസ്വീൻ നദി പാഞ്ഞൊഴുകുന്ന നാട്. നദിയുടെ കരകളിൽ പ്രാചീന പേർഷ്യൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കാണാം. അഗ്നിയാരാധകരുടെ ക്ഷേത്രങ്ങൾ, ജനത്തിരക്കേറിയ പട്ടണങ്ങൾ, ചരിത്ര സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ജുർജാൽ പട്ടണം, പേർഷ്യൻ സാഹിത്യം സൗരഭ്യം പരത്തിയ ത്വബരിസ്ഥാൻ, ചരിത്ര പുരുഷന്മാർക്ക് ജന്മം നൽകിയ അസർബൈജാൻ. ഈ നാടുകൾ ഇപ്പോഴും പേർഷ്യൻ അധീനതയിലാണ്. അവിടേക്ക് തൗഹീദിന്റെ സന്ദേശവുമായി മുസ്ലിം സേന വരികയാണ്. റയ്യ് എന്ന വലിയ പട്ടണം കീഴടക്കിയ ശേഷമാണ് അവർ വരുന്നത്. അവിടെ സന്ധി ചെയ്തു ക്രമസമാധാനം ഉറപ്പാക്കി. റയ്യ് പുരാതന നഗരമാണ്. പല ഭാഗങ്ങളും തകർന്നിരുന്നു. അത് പുനർനിർമ്മിക്കാൻ മുസ്ലിങ്ങൾ രംഗത്തിറങ്ങി. ഈ പുരാതന പട്ടണത്തിന് സമീപത്താണ് ആധുനിക നഗരമായ ടെഹ്റാൻ ഉയർന്നു വരുന്നത്. മുസ്ലിം സൈന്യാധിപൻ ജുർജാൽ ഭരണാധികാരിയെ സന്ധിക്ക് ക്ഷണിച്ചു. ബുദ്ധിമാനായ ഭരണാധികാരി യുദ്ധം ഒഴിവാക്കി സന്ധി ചെയ്തു. സുവൈദ് ബിൻ മുഖരിം റളിയല്ലാഹു അൻഹു സന്ധിയിൽ ഒപ്പുവെച്ചു. ഖസ്വീൻ നദിയിലെ തണുത്ത വെള്ളം മുസ്ലിം സൈന്യത്തിന് പ്രവാഹമായി. ഖസ്വീൻ നദിയുടെ തെക്കുഭാഗത്താണ് ത്വബരിസ്ഥാൻ. മുസ്ലിം സൈന്യം അവിടെയെത്തി. അതിനടുത്തു തന്നെയാണ് അസർബൈജാൻ. ഈ രണ്ട് രാജ്യങ്ങളിലെയും രാജാക്കന്മാരുമായി സുവൈദ് റളിയല്ലാഹു അൻഹു സന്ധിയിലേർപ്പെട്ടു. അബ്ദുറഹ്മാൻ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം തുർക്കിയുടെ ഉമ്മറപ്പടി വരെ എത്തി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അനുമതി ലഭിച്ചില്ലെന്നതുകൊണ്ട് തുർക്കിയിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. ഇസ്തംബർഗ് അഗ്നിയാരാധകരുടെ കേന്ദ്രമാണിത്. പേർഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം അവിടെയാണുള്ളത്. അവിടുത്തെ ഉത്സവങ്ങൾ അവർക്ക് മറക്കാനാവില്ല. അവിടെ തടിച്ചുകൂടാറുള്ള മഹാജനങ്ങൾ. പേർഷ്യ അന്ത്യ പോരാട്ടത്തിനൊരുങ്ങുന്നു. മുസ്ലിങ്ങളുടെ രണ്ട് സേനകൾ വന്നു ചേർന്നു. ഒന്ന് ബഹ്റൈനിൽ നിന്നും മറ്റൊന്ന് ബസ്രയിൽ നിന്നുമാണ് അവർ വന്നത്. ഇസ്തൻബർഗ് സസാനിയൻ രാജാക്കന്മാരുടെ ജന്മദേശമാണ്. അത് സംരക്ഷിക്കാൻ സൈന്യം അണിനിരന്നു കഴിഞ്ഞു. ധീരമായ പോരാട്ടം നടന്നു. പേർഷ്യൻ സൈന്യം തോറ്റ് പിൻവാങ്ങി. ഇസ്തംബർഗ് മുസ്ലിങ്ങളുടേതായി മാറി. ഉസ്മാൻ ഇബ്നു അബുൽ ആസ് റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്നിവർ മുമ്പോട്ട് നീങ്ങുകയാണ്. പേർഷ്യൻ സാഹിത്യത്തിന്റെ കളിത്തൊട്ടിലായ ഷീറാസ് അധീനപ്പെടുത്തി. സാരിയത്ത് ബിൻ സുനൈം റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ തിളങ്ങുന്ന സൈന്യാധിപൻ. രണ്ട് പട്ടണങ്ങൾ അധീനപ്പെടുത്താൻ അദ്ദേഹം പടനയിച്ചു. ഫസാ പട്ടണം, ദറാബ് ജിർദ് പട്ടണം. പേർഷ്യൻ സൈന്യവുമായി ഉഗ്ര പോരാട്ടം തുടങ്ങി. സാരിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തെ ശത്രു സൈന്യം വളഞ്ഞു. ഒരു ഭാഗം മലയാണ്. മറ്റു ഭാഗങ്ങളിൽ ശത്രുക്കൾ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓടി രക്ഷപ്പെടാൻ പോലും സൗകര്യമില്ല. ശത്രുക്കൾ മല കയറാൻ തുടങ്ങുന്നു. അവർ മല അധീനപ്പെടുത്തിയാൽ മുസ്ലിങ്ങൾക്ക് സമൂല നാശം സംഭവിക്കും. അത്യധികം ദാരുണമായ അവസ്ഥ. പേർഷ്യയിൽ ഒരിടത്തും ഇതുപോലെ ഒരവസ്ഥ വന്നിട്ടില്ല. ഈ രംഗം മദീനയിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നു. എന്തൊരവസ്ഥയാണിത്! മുസ്ലിങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്തും? മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രസംഗത്തിനിടയിൽ ഖലീഫ വിളിച്ചു പറഞ്ഞു, യാ സാരിയത്ത് ബിൻ സുനൈം അൽ ജബൽ അൽ ജബൽ. ദറാബ് ജർദിൽ യുദ്ധം ചെയ്യുന്ന സാരിയത്ത് റളിയല്ലാഹു അൻഹു അത് കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം എത്ര വ്യക്തമായി കേട്ടു! മലയുടെ പ്രാധാന്യം അപ്പോഴാണ് മനസ്സിലായത്. ശത്രുക്കൾ അതിന് മുകളിൽ കയറിപ്പറ്റും. താഴെ നിൽക്കുന്ന മുസ്ലിങ്ങളെ ആക്രമിക്കും. കൂട്ടക്കുരുതിയാണുണ്ടാവുക. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങ് മദീനയിൽ നിന്ന് തടഞ്ഞത്. പിന്നെ താമസിച്ചില്ല. മുസ്ലിം സൈന്യം മലമുകളിലേക്ക് കുതിച്ചു. ശത്രുക്കൾ പതറിപ്പോവുകയാണുണ്ടായത്. മുസ്ലിങ്ങൾ മലമുകളിൽ, ശത്രുക്കൾ താഴെ. വിജയം ശത്രുക്കളുടെ പിടിയിൽ അമരാൻ പോയതാണ്. അപ്പോഴാണ് പെട്ടെന്നുള്ള ഗതിമാറ്റം സംഭവിച്ചത്. മുസ്ലിങ്ങൾ ശക്തമായ ആക്രമണം തുടങ്ങി. ശത്രുക്കൾക്ക് പിന്തിരിഞ്ഞോടുകയല്ലാതെ നിവൃത്തിയില്ലാതായി. സകലതും വലിച്ചെറിഞ്ഞ് വെറും കൈയോടെ ജീവനും കൊണ്ടോടുന്ന പേർഷ്യൻ സൈന്യത്തെയാണ് നാം ഇവിടെ കാണുന്നത്. വമ്പിച്ച യുദ്ധമുതലുകളാണ് കിട്ടിയത്. കൂട്ടത്തിൽ ഒരു പെട്ടി നിറയെ രത്നങ്ങളും കിട്ടി. കോടിക്കണക്കിന് ദിനാർ വില വരുന്ന രത്നങ്ങൾ. സാരിയത്ത് റളിയല്ലാഹു അൻഹു പെട്ടി മദീനയിലേക്ക് കൊടുത്തയച്ചു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചില്ല. കൊണ്ടുവന്ന ദൂതനെ ശകാരിക്കുകയും ചെയ്തു. രത്നങ്ങൾ തിരിച്ചയച്ചു. യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്കിടയിൽ അത് വിതരണം ചെയ്യാൻ കൽപ്പിച്ചു. അവിടെയുള്ള പാവങ്ങൾക്ക് നൽകാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. പേർഷ്യൻ ചക്രവർത്തിയെ ഞെട്ടിവിറപ്പിക്കുന്ന വിജയങ്ങളാണ് മുസ്ലിങ്ങൾ പിന്നീട് നേടിയത്. കിർമാനും മക്റാനും കീഴടങ്ങുകയാണ്. യസ്ദഗിർദ് രാജാവ് കിർമാനിൽ അഭയം തേടിയതായിരുന്നു. യസ്ദഗിർദ് രാജാവ് ഖുറാസിനിലേക്ക് രക്ഷപ്പെട്ടത് കിർമാനിൽ നിന്നാണത്രേ. അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം ഖുറാസാനിലെത്തി
പ്പോൾ രാജാവ് മർവറൂദിലേക്ക് രക്ഷപ്പെടുകയാണ്. അവിടെ രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ബൽക്കിലേക്ക് പോയി. മുസ്ലിം സൈന്യം മർവറൂദിലുമെത്തി. യസ്ദഗിർദ് രാജാവ് മർവറൂദ് മുറിച്ചു കടന്ന് സമർഗന്ദിൽ അഭയം തേടി. സമർഗന്ദ് ഭരണാധികാരി ഗാഗാൻ രാജാവ് യസ്ദഗിർ രാജാവിന് അഭയം നൽകുകയും ചെയ്തു. നദി മുറിച്ചു കടന്ന് സമർഗന്ദ് ആക്രമിക്കണമെന്ന് മുസ്ലിം സൈന്യത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതിന് അനുവദിച്ചില്ല. അധീനപ്പെടുത്തിയ നാടുകളിലെ സുരക്ഷ ഉറപ്പുവരുത്തുകയായിരുന്നു അടിയന്തര ആവശ്യം. സൽഭരണം കാഴ്ചവെക്കണം. നദിയുടെ അങ്ങേക്കരയിൽ ശത്രു സൈന്യം അണിനിരന്നു. മുസ്ലിങ്ങൾ നദി കടന്ന് ചെല്ലുമെന്നായിരുന്നു അവർ ധരിച്ചത്. നദിയുടെ കരയിൽ നിന്ന് മുസ്ലിങ്ങൾ പിന്മാറിയപ്പോൾ അവർക്ക് ആശ്വാസമായി. അവരും പിന്തിരിഞ്ഞു പോവുകയാണുണ്ടായത്. അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു എല്ലാ വിവരങ്ങളും ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചുകൊണ്ടേയിരുന്നു. ഖുറാസാൻ കീഴടക്കിയ വാർത്ത ഖലീഫയെ സന്തോഷിപ്പിച്ചു. മദീനയിലാകെ ആഹ്ലാദമായിരുന്നു. യസ്ദഗിർദ് രാജാവ് നാട് വിട്ട് കാക്കാഖാന്റെ കൂടെ പോവുകയാണ്. പേർഷ്യയുടെ വിലമതിക്കാനാവാത്ത സമ്പത്ത് അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. യസ്ദഗിർദ് അതുമായി രക്ഷപ്പെടാൻ പറ്റില്ല. പേർഷ്യക്കാർക്ക് കിട്ടേണ്ട സ്വത്താണത്. പേർഷ്യൻ സൈന്യം യസ്ദഗിർദിനോട് ഇങ്ങനെ പറഞ്ഞു: താങ്കൾക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗാഗാന്റെ കൂടെ പോവാം, പക്ഷെ സമ്പത്ത് കൊണ്ടുപോവാൻ പാടില്ല. അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതിവിടെ വെച്ചിട്ട് പോവണം. തന്റെ സൈന്യം തന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് യസ്ദഗിർദ് ചക്രവർത്തി പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം കോപാകുലനായി മാറി. പട്ടാളക്കാരെ ചീത്ത വിളിച്ചു. നിരാശനായി, നിസ്സഹായനായി, എല്ലാ മാനവും നഷ്ടപ്പെട്ട് യസ്ദഗിർദ് രാജാവ് സമർഗന്ദിലേക്ക് പോയി. വെറും കൈയോടെയാണ് പോയത്. മുസ്ലിങ്ങൾ എത്രയോ തവണ ചക്രവർത്തിയെ സന്ധിക്ക് ക്ഷണിച്ചതാണ്. പക്ഷെ അഹങ്കാരം അതിനനുവദിച്ചില്ല. പേർഷ്യയുടെ പുതിയ ചരിത്രം ആരംഭിച്ചു കഴിഞ്ഞു. പഴയ ചരിത്രം അവസാനിക്കുകയും ചെയ്തു. സമർഗന്ദിൽ അസ്വസ്ഥനായി യസ്ദഗിർദ് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. കൊല്ലങ്ങൾ ചിലത് കടന്നുപോയി. അദ്ദേഹം ഖുറാസാൻകാരെ ലഹളയ്ക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് നിരന്തരം കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. കുറെ പേർ അത് അംഗീകരിച്ചു. ആരുമറിയാതെ യസ്ദഗിർദ് രാജാവ് ഖുറാസാനിലെത്തി. കലാപവും തുടങ്ങി, യുദ്ധങ്ങളും തുടങ്ങി. മുസ്ലിം സൈന്യം കലാപം നിസാരമായി കൈകാര്യം ചെയ്തു. കലാപകാരികൾ മുസ്ലിങ്ങളുമായി സന്ധി ചെയ്തു. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അധികാരത്തിലെത്തി കഴിഞ്ഞിരുന്നു. ഖുറാസാൻകാരെ അധിക്ഷേപിച്ചുകൊണ്ട് യസ്ദഗിർദ് രാജാവ് സംസാരിച്ചു. നേരത്തെ അദ്ദേഹത്തിനു വേണ്ടി ലഹളയ്ക്കൊരുങ്ങിയവർ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരായി തിരിഞ്ഞു. ഖുറാസാനിലെ ആ ലഹളക്കാർ തന്നെ യസ്ദഗിർദ് രാജാവിനെ വധിച്ചു കളയുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു പേർഷ്യൻ ചക്രവർത്തിയുടെ അന്ത്യം. അവർണ്ണനീയമായ അനുഗ്രഹങ്ങളാണ് പേർഷ്യക്കാർക്ക് അല്ലാഹു തആല നൽകിയത്. കണക്കാക്കാനാവാത്ത സമ്പത്ത് നൽകി. കൃഷി വർദ്ധിപ്പിച്ചു. തിന്നാലും തിന്നാലും തീരാത്ത ഭക്ഷ്യവസ്തുക്കൾ നൽകി. പഴവർഗ്ഗങ്ങൾ എല്ലാം കിട്ടിയിട്ടും അവർ നന്ദി കാണിച്ചില്ല. അവർ അഗ്നിയെ ആരാധിച്ചു, അള്ളാഹുവിനെ മറന്നു. അള്ളാഹു പേർഷ്യൻ അധികാരവർഗത്തെ തുടച്ചു നീക്കി പുതിയ അവകാശികളെ നിശ്ചയിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു: അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവന്റെ കൽപ്പനകൾ പാലിച്ചു ജീവിക്കുക. എങ്കിൽ നിങ്ങളെ അവർ പേർഷ്യയുടെ അവകാശിയായി നിലനിർത്തും. നിങ്ങൾ ധിക്കാരം കാണിച്ചാൽ മറ്റൊരു സമൂഹത്തെ അല്ലാഹു തആല അതിന്റെ അവകാശികളായി കൊണ്ടുവരും. ഖന്തക് യുദ്ധം തുടങ്ങാറായപ്പോൾ വിശന്നൊട്ടിയ വയറുമായി മുസ്ലിങ്ങൾ കിടങ്ങുകുഴിക്കുകയാണ്. വിശപ്പും ദാഹവും സഹിക്കാനാവുന്നില്ല. ആ ഘട്ടത്തിൽ മുത്തൊളി താജൊളി പ്രവാചക പ്രഭു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: കുറഞ്ഞ വർഷങ്ങൾക്കകം കിസ്റ കൈസർമാരെ നിങ്ങൾ കീഴടക്കും. അന്ന് വിശക്കുന്ന വയറുകൾ ഉണ്ടാവില്ല. ആ വചനമാണ് ഇവിടെ പുലർന്നത്.